ഹൃദയഭാരം നീക്കുവാൻ, ദുഃഖമൊക്കെ അകറ്റുവാൻ, ശാന്തി സൗഖ്യമതേകുവാൻ എന്നേശുനാഥനണഞ്ഞിതാ. ഹൃദയഭാരം നീക്കുവാൻ, ദുഃഖമൊക്കെ അകറ്റുവാൻ, ശാന്തി സൗഖ്യമതേകുവാൻ എന്നേശുനാഥനണഞ്ഞിതാ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവർത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്നു മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എന്റെ കാവൽ മാലാഖയെ ദൈവത്തിന്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മാർച്ച് 15 ഞായറാഴ്ച. ഇന്നത്തെ വായനകൾ: എഫെസൂസുകാർക്ക് ലേഖനം 5-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും, ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്: ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും.
കൃപാഭിഷേകം ഈശോയെ ഞങ്ങൾ കൈകണമേ. കൃപാഭിഷേകം വചനാഭിഷേകം ഈശോയെ ഞങ്ങൾ കൈകണമേ. കൃപാഭിഷേകം വചനാഭിഷേകം ഈശോയെ ഞങ്ങൾ കൈകണമേ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 9 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവനർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുൻപ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ അയച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ളൊരു മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. മുൻപ് അന്ധനായിരുന്ന അവനെ അവർ ഫരിസയരുടെ അടുത്ത് കൊണ്ടുചെന്നു. യേശു ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകൾ തുറന്നത് ഒരു സാബത്ത് ദിവസമാണ്. വീണ്ടും ഫരിസയർ അവനോട് എങ്ങനെ കാഴ്ച ലഭിച്ചെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അവൻ എന്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി, ഞാൻ കാണുകയും ചെയ്യുന്നു. ഫരിസയരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. വചനം കേൾക്കുമ്പോൾ അഭിഷേകം, വചനം പാലിക്കാൻ അഭിഷേകം. വചനം കേൾക്കുമ്പോൾ അഭിഷേകം, വചനം പാലിക്കാൻ അഭിഷേകം. പകരണമേ യേശു നിന്ദാസരിൽ സുവിശേഷ സാക്ഷികളായിടുവാൻ. പകരണമേ യേശു നിന്ദാസരിൽ സുവിശേഷ സാക്ഷികളായിടുവാൻ. കൃപാഭിഷേകം വചനാഭിഷേകം ഈശോയെ ഞങ്ങൾ കൈകണമേ. കൃപാഭിഷേകം വചനാഭിഷേകം ഈശോയെ ഞങ്ങൾ കൈകണമേ. ക്രൂശിതന്റെ ഹൃദയവിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനെൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനെൻ വേദനയിൽ. ക്രൂശിതനെ കണ്ടു ഞാനെൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനെൻ വേദനയിൽ. അനുസരണയും ആത്മീയ ദർശനത്തിനുള്ള ദാഹവും എന്നിലുണ്ടെങ്കിൽ കാഴ്ച തെളിയുന്ന സീലോഹാക്കുളങ്ങൾ ദൈവം എനിക്കായി ഒരുക്കുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ജന്മന കുരുടനായിരുന്ന ഒരാളെ ക്രിസ്തു സുഖപ്പെടുത്തുന്ന അത്ഭുതമാണ് ഈ സുവിശേഷം. ഈ അത്ഭുതം വെറുമൊരു ശാരീരിക സൗഖ്യത്തിന്റെ കഥ മാത്രമല്ല, ആത്മീയ ദർശനത്തിന്റെ കഥ കൂടിയാണ്. ശിഷ്യന്മാർ ചോദിക്കുന്നു, ഈ മനുഷ്യൻ കുരുടനായത് അവന്റെ പാപം കൊണ്ടോ മാതാപിതാക്കളുടെ പാപം കൊണ്ടോ? എന്നാൽ ക്രിസ്തു വ്യക്തമാക്കുന്നു, ഇവൻ കുരുടനായത് ദൈവത്തിന്റെ മഹത്വം പ്രകടമാകാനാണ്. ഇവിടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ ദുരിതത്തിന്റെയും വേദനയുടെയും പിന്നിൽ ദൈവം പ്രവർത്തിക്കാനിടയുണ്ടെന്ന സത്യമാണ്. സഹനങ്ങളിൽ നഷ്ടതയിലാകാതെ ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ ഈ സുവിശേഷം എന്നെ പഠിപ്പിക്കുന്നു. ക്രിസ്തു മണ്ണുകൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടി സീലോഹാക്കുളത്തിൽ പോയി കഴുകാൻ അവനെ അയക്കുന്നു. അവൻ വിശ്വാസത്തോടെ പോകുന്നു, കഴുകുന്നു, കാഴ്ച തെളിയുന്നു. അനുസരണയില്ലാതെ അത്ഭുതമില്ല. വിശ്വാസം പ്രവർത്തനത്തിലേക്ക് മാറുമ്പോഴാണ് ദൈവകൃപാനുഭവേദ്യമാകുന്നത്. അവസാനം കാഴ്ച ലഭിച്ച ആ മനുഷ്യനെ ഫരിസയർ ചോദ്യം ചെയ്യുന്നു. അവൻ ലളിതമായി പറയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. ഈ വാക്കുകൾ ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ ഹൃദയമാണ്. നമ്മുടെ ജീവിതത്തിലും യേശു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സാക്ഷ്യം നാം ധൈര്യത്തോടെ പറയാൻ തയ്യാറാകണം. നല്ല തമ്പുരാനെ,
സുവിശേഷത്തിന്റെ ചൂടും വെളിച്ചവും ഹൃദയത്തിൽ ഏറ്റെടുത്ത് ദൈവകൃപയുള്ള ദൈവിക സാക്ഷ്യമാകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവേ, നിൻ സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. യേശുവേ, നിൻ ത്യാഗത്തിൻ ആഴം കണ്ടു ഞാൻ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. എന്നെളിമയും ശാന്തിയും നിനക്കു ഞാൻ നൽകും. എന്നെളിമയും ശാന്തിയും നിനക്കു ഞാൻ നൽകും. നിൻ ചുമടതെന്നുടെ ചുമലിലേക്കുക, ക്ലേശമൊക്കെ മറക്കുക. നിൻ ചുമടതെന്നുടെ ചുമലിലേക്കുക, ക്ലേശമൊക്കെ മറക്കുക. നിന്നെ കൈവിടുകില്ലിനി എന്നൊരു സ്നേഹവചനം ഞാൻ കേട്ടു. ഹൃദയഭാരം നീക്കുവാൻ, ദുഃഖമൊക്കെ അകറ്റുവാൻ, ശാന്തി സൗഖ്യമതേകുവാൻ എന്നേശുനാഥനണഞ്ഞിതാ.
ദൈവസ്നേഹം ആത്മാവിലറിഞ്ഞു ഞാൻ. അനന്തമാം ദൈവസ്നേഹം ആത്മാവിലറിഞ്ഞു ഞാൻ. നിന്നെ തിരിഞ്ഞിനില്ലൊരു ജീവിതം എന്നു മൊഴിയും മനം. ഹൃദയഭാരം നീക്കുവാൻ ദുഃഖമൊക്കെ അകറ്റുവാൻ ശാന്തി സൗഖ്യമതേകുവാൻ എന്നേശുനാഥനണഞ്ഞിതാ. ഹൃദയഭാരം നീക്കുവാൻ ദുഃഖമൊക്കെ അകറ്റുവാൻ ശാന്തി സൗഖ്യമതേകുവാൻ എന്നേശുനാഥനണഞ്ഞിതാ. ഞാനെത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി? ഞാനെത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി? ഞാൻ മറന്നാലും ആരെല്ലാം വെടിഞ്ഞാലും ജീവനിൽ നിറയുന്നതെന്തിനായി? അവിവേകിയാമെന്നിൽ വാഴുന്നു നീ എന്നൊരറിവെന്നിലുണരാത്തതെന്തേ? എന്നൊരറിവെന്നിലുണരാത്തതെന്തേ? ഞാനെത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി? പിറകിൽ നിന്നാർദ്രമാം നിൻ വിളി കേട്ടു, പോകേണ്ട വഴികൾ നീ പറഞ്ഞു തന്നു. ഒരിക്കലും അണയാത്ത സ്നേഹദീപവുമായ മുന്നിലെത്താനോടി നീ അണഞ്ഞു. നീയില്ലയെങ്കിൽ കൂരിരുൾ മരുവിൽ തളരുമെന്നറിയാൻ ഞാനേറെ വൈകി. നീയില്ലയെങ്കിൽ കൂരിരുൾ മരുവിൽ തളരുമെന്നറിയാൻ ഞാനേറെ വൈകി. ഞാനെത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി?
നിനക്കായൻ മാംസവും രക്തവും ബലിയേകിയില്ലേ ഞാനെന്നു ചൊല്ലി. പരിഭവമെന്തിനായി കൂടെ ഞാനെപ്പോഴും പിരിയാതെ പാലിക്കാമെന്നു ചൊല്ലി. മുറിവേറ്റ കയ്യാലൻ കണ്ണീർ തുടച്ചു നീ വിരിമാറിലേക്കെന്നെ ചേർത്തണച്ചു. മുറിവേറ്റ കയ്യാലൻ കണ്ണീർ തുടച്ചു നീ വിരിമാറിലേക്കെന്നെ ചേർത്തണച്ചു. ഞാനെത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി? ഞാൻ മറന്നാലും ആരെല്ലാം വെടിഞ്ഞാലും ജീവനിൽ നിറയുന്നതെന്തിനായി? അവിവേകിയാമെന്നിൽ വാഴുന്നു നീ എന്നൊരറിവെന്നിലുണരാത്തതെന്തേ?